ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സിനിമ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മിനി സ്ക്രീനിലെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ബിഗ് സ്ക്രീനിലും തിളങ്ങുന്ന കാണാൻ നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അത്തരത്തിൽ TV സീരിയലുകളിലൂടെ കരിയർ തുടങ്ങി പിന്നീട് മലയാള സിനിമയിൽ സ്വന്തമായി ഇടം കണ്ടെത്തിയ 10 താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ അവസാന താരം ഒരു അന്യഭാഷ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം ആരാണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ ലിസ്റ്റിൽ ആദ്യത്തെ പേര് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. അതെ, ബിജു മേനോൻ. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത മിഖായിലിന്റെ സന്തതികൾ എന്ന സീരിയലിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. പിന്നീട് പൊരുത്തം, പരിണയം തുടങ്ങിയ സീരിയലുകളിലും അദ്ദേഹം തിളങ്ങി. ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയരായ നായകന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കുങ്കുമപ്പൂവ് എന്ന സീരിയലിലെ പ്രൊഫസർ ജയന്തി എന്ന ഒറ്റ കഥാപാത്രം മതി ആശാശരത്തിനെ മലയാളികൾക്ക് ഓർക്കാൻ. മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ ഈ പ്രിയങ്കരി പിന്നീട് ദൃശ്യം എന്ന ഒറ്റ സിനിമയിലൂടെ IG ഗീതാ പ്രഭാകരായി ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചു. മലയാളികളുടെ പ്രിയ നായികയായ മിയയും സീരിയലിലൂടെയാണ് സിനിമയിലെത്തിയതെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അൽഫോൻസാമ, കുഞ്ഞാലി മറിക്കാർ തുടങ്ങിയ ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയിച്ച ശേഷമാണ് മിയ സിനിമയിൽ സജീവമാകുന്നത്. ഈ ലിസ്റ്റിൽ തീർച്ചയായും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന പേരാണ് മണിക്കുട്ടൻ്റേത്. സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്ത കായകുളം കൊച്ചുണ്ണി എന്ന ഒറ്റ മെഗാ സീരിയലിലൂടെ കേരളക്കരയാകെ തരംഗമായി മാറിയ താരമാണ് അദ്ദേഹം. ടെലിവിഷനിലെ ആ വൻ വിജയമാണ് വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുവാൻ അദ്ദേഹത്തിന് വഴിയൊരുക്കിയത്. സുരേഷ് കൃഷ്ണ. ദൂരദർശനിലെ പരമ്പരകളിലൂടെയാണ് തുടക്കമെങ്കിലും ഏഷ്യാനെറ്റിലെ സ്ത്രീ, സ്വപ്നം എന്നീ സൂപ്പർ ഹിറ്റ് മെഗാ സീരിയലുകൂടെയാണ് സുരേഷ് കൃഷ്ണ മലയാളി കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനാകുന്നത്. ടെലിവിഷനിലെ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിന് സിനിമയിൽ വലിയ അവസരങ്ങൾ നേടിക്കൊടുത്തത്. പഴശ്ശിരാജ എന്ന സിനിമയിലെ കൈതേരി അമ്പു എന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായിരുന്നു. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷൈൻ നിഗം മുതിർന്ന നടനായിട്ടല്ല ടെലിവിഷനിലെത്തിയത്, ബാലതാരമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. ജനപ്രിയമായ കുട്ടികളുടെ പരിപാടിയായ ഹലോ കുട്ടിച്ചാത്തനിൽ വിവി എന്ന കഥാപാത്രമായി ഷൈൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് സൂപ്പർ ഡാൻസർ ജൂനിയർ പോലുള്ള പരിപാടികളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്ന് വളർന്ന് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ ഒരു യുവനടനായി മാറുകയായിരുന്നു അദ്ദേഹം. അഭിനേതാവായി സീരിയലുകളിൽ വന്ന് പിന്നീട് സിനിമയിലെത്തി തിരക്കഥാകൃത്തായും സംവിധായകനായും തന്റേതായി കയ്യൊപ്പ് പതിച്ച പ്രതിഭയാണ് അനൂപ് മേനോൻ. KK രാജീവ് സംവിധാനം ചെയ്ത സ്വപ്നം, മേഘം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് മെഗാ സീരിയലുകളിലൂടെയാണ് അദ്ദേഹം മലയാളി കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനാകുന്നത്. മിനി സ്ക്രീനിലെ ഈ ജനപ്രീതിയുമായി ബിഗ് സ്ക്രീനിലെത്തിയ അദ്ദേഹം തിരക്കഥ, ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം തുടങ്ങിയ ഒട്ടനവധി മികച്ച ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ അഭാജ്യ ഘടകമായി മാറി. നിഷ സാരംഗ്. മലയാളികൾക്ക് ഇവരെ നീലു എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച നിഷ സാരംഗ് ഇന്ന് മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്വഭാവ നടിയായി മാറിക്കഴിഞ്ഞു. മറിമായത്തിലെ സത്യശീലൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് മണികണ്ഠൻ പട്ടാമ്പി ജനമനസ്സുകളിൽ ഇടം നേടുന്നത്. മിനി സ്ക്രീനിൽ മാത്രമല്ല, വലിയ സ്ക്രീനിലും നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകിയിട്ടുണ്ട്. മലയാള താരങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. എന്നാൽ 10ാമതായി ഞാൻ പറയുന്നത്, സീരിയലിൽ നിന്ന് സിനിമയിലെത്തി വൻ വിജയം നേടിയ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം കിങ് ഖാനെ എങ്ങനെ ഒഴിവാക്കും? ബോളിവുഡിന്റെ ബാദുഷ സാക്ഷാൽ ഷാരൂഖ് ഖാന്റെ തുടക്കവും മിനി സ്ക്രീനിലൂടെ ആയിരുന്നു. 1989 ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ഫൗജി, സർക്കസ് തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. ഫൗജിയിലെ കമാൻഡോ അഭിമന്യു റായ് എന്ന കഥാപാത്രം അന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ വലിയ തരംഗമായിരുന്നു. ദൂരദർശനിലെ ആ സീരിയൽ താരത്തിൽ നിന്ന് ലോകമറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച വളരെ വലുതാണ്. ഈ 10 താരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ലിസ്റ്റിൽ വിട്ടുപോയ താരങ്ങൾ ആരൊക്കെയാണ് എന്നും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.